അശ്ലീല രംഗങ്ങളിൽ അഭിനയിച്ച് നടി പണം സമ്പാദിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മാർട്ടിൻ മേനാച്ചേരി എന്ന വ്യക്തി പരാതി നൽകിയത്. അനാശാസ്യ നിരോധന നിയമം, IT ആക്ട് എന്നിവ പ്രകാരമാണ് ശ്വേതയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ട് അശ്ലീല ചിത്രങ്ങൾ അഭിനയിച്ചു എന്നാണ് പരാതി. താരസംഘടനയായ അമ്മയുടെ തെരഞ്ഞെടുപ്പും തന്റെ പരാതിയും തമ്മിൽ ബന്ധമില്ലെന്ന് മാർട്ടിൻ പറയുന്നു. കേസ് കൊടുക്കാനുണ്ടായ കാരണവും ഇദ്ദേഹം വ്യക്തമാക്കി. പണം ലഭിച്ചാൽ ഇനിയും സെക്ഷൽ എക്സ്പ്ലിസിറ്റീവ് ആയ ചിത്രങ്ങളിൽ അഭിനയിക്കുമെന്ന് ശ്വേത പറയുന്ന അഭിമുഖത്തിന്റെ വീഡിയോ അടുത്തിടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. തുടർന്നാണ് പോലീസിൽ പരാതിപ്പെടാൻ തീരുമാനിച്ചതെന്നാണ് ഇയാൾ പറയുന്നത്. അശ്ലീല വെബ്സൈറ്റുകളിലും ശ്വേതയുടെ ചിത്രങ്ങൾ ഉണ്ട്. ഉത്തരവാദിത്വമുള്ള ഒരു മലയാളി നടി ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ പാടില്ലെന്നും മാർട്ടിൻ പറയുന്നു. അടുത്ത കാലത്ത് നിയമത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് വെബ്സൈറ്റുകളും യൂട്യൂബ് ചാനലുകളും അടുത്ത കാലത്ത് നിരോധിച്ചല്ലോ. നിയമപ്രകാരം ശ്വേത ചെയ്തത് തെറ്റാണ്. അവർ ഇനിയും അഭിനയിക്കുമെന്ന അഭിമുഖത്തിൽ പറഞ്ഞതുകൊണ്ടാണ് പരാതിപ്പെട്ടത്. ഇനി ആരൊക്കെ പ്രതി ചേർക്കണമെന്ന് പോലീസ് അന്വേഷിച്ച ശേഷം തീരുമാനിക്കട്ടെ. നിയമ നടപടിയുമായി മുന്നോട്ടു പോകും. പ്രശസ്തിക്ക് വേണ്ടിയല്ല പരാതി നൽകിയതെന്നും മാർട്ടിൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതേസമയം ചിത്രങ്ങളിൽ അഭിനയിച്ച താരത്തിനെതിരെ മാത്രം എന്തുകൊണ്ട് പരാതി നൽകി? അതിന്റെ നിർമ്മാതാവ്, സംവിധായകൻ, തിരക്കഥാകൃത്ത് തുടങ്ങി അണിയറയിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ടവർക്കെതിരെ എന്തുകൊണ്ട് പരാതി നൽകിയില്ല തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. ആരൊക്കെ ഇനി പ്രതികളാവണമെന്ന് പോലീസ് അന്വേഷിച്ച് തീരുമാനിക്കട്ടെ എന്നാണ് മാർട്ടിൻ പറയുന്നത്.